ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തണ്ട് കീഴിലേക്ക് പോവാം. യെസ്. ഓക്കെ, ടൈലർ ടോസ് ഇടുമ്പോൾ കോയിൻ പോകുന്നത് തന്നെ അവൻ്റെ അടുത്തേക്കാ. ആ എടുത്തോ. ഫസ്റ്റ് കിഴി. ഓക്കെ, എന്ത് ചെയ്യാ, ചിരി നല്ലതല്ല, അതൊന്നുമില്ല, ക്ഷീണം ചെയ്യും, ഒരിക്കലുമില്ല. ബാഡ് ബോയ്സ്. കറക്റ്റാ, കറക്റ്റ് പേരും ഒരു മാറ്റമല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അത് അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുള്ളൂ. എന്തായാലും ഒമർ ലുലു സിനിമയുടെ, അതായത് ഒമർ ലുലു ഡയറക്റ്റ് ചെയ്യാൻ പോകണം അടുത്ത സിനിമയുടെ ടൈറ്റിലാണ് ബാഡ് ബോയ്സ് എന്നുള്ളത്. ഇന്നലെയാണ് പുറത്തു വന്നിട്ടുള്ളത്. എത്ര പേരാണല്ലേ? ഹംബോ, റഹ്മാന്, ധ്യാൻ ശ്രീനിവാസൻ, പിഷാരടി, സൈജു കുറുപ്പ്, പിന്നെ നമ്മുടെ ആൻസൺ പോള്, പിന്നെ പിഷാരടി. പിഷാരടി ഞാൻ പറഞ്ഞു. പിഷാരടി വമ്പാൻ കാസ്റ്റിംഗ്. ഇവർക്കൊക്കെ എന്താണോ ഇതിനകത്ത് ചെയ്യാനുള്ളതെന്നാണ്. ബാഡ് ബോയ്സ് അല്ലേ, അപ്പോൾ കാസ്റ്റിങ്ങിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള എല്ലാവരും കൂട്ടിയാൽ മതി. ബാഡ് ബോയ്സ് നെഗറ്റീവ് ആയിട്ടല്ല കേട്ടോ, കോമഡിക്ക് പറഞ്ഞാണ്. കത്തിയും പരിചയം എടുത്ത് വരുമെന്ന്. ദൈവമേ, അല്ല കിഴി എപ്പിസോഡിൽ നമ്മൾ വേറെ മൂടായിരിക്കും. ശരിയാ. ഓക്കെ, അടുത്ത കിഴി രായൻ. ധനുഷ് സംവിധാനം ചെയ്യുന്ന രായൻ സിനിമയുടെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ്. സിനിമ ജൂൺ 13 തിയേറ്ററുകളെത്തും. യെസ്, വരട്ടെ. അടുത്തത് ഓടും കുതിര ചാടും കുതിര. വെള്ളം കണ്ടാൽ നിൽക്കൂല, ഓടും ചാടും മാത്രമേ ഉള്ളൂ. എന്താണ് സിനിമേന്റെ 18ാമത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് കല്യാണി പ്രിയദർശൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. 18 ദിവസമൊക്കെ ആയി. 18 ദിവസമായി ഷൂട്ട് തുടങ്ങിയിട്ട്. എത്ര പെട്ടെന്നാണ്, നമുക്ക് ഇതൊന്നും അറിയുന്ന പോലുമില്ല. ഞങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ചയെന്ന് പോലും അറിയില്ല. തെറ്റുണ്ടല്ലേ പറച്ചില്ല, ഞായറാഴ്ചയാണ് അങ്ങനെ അറിഞ്ഞത്. നിന്റെ കാര്യം ആയതുകൊണ്ട് അവർക്ക് അറിയാം. ഓക്കെ, അടുത്തത് മിറായ്. തെലുങ്ക് മൂവിയാണ്. മിറായ് സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റ് വരാൻ പോകുന്നുണ്ട്. അതെ, നമ്മുടെ മഞ്ജു വീണ്ടും തിരിച്ചു വരുന്നു. എന്തായാലും ആളുടെ ക്യാരക്ടർ ലുക്ക് വരുന്നത് മെയ് 20-നാണ്. അതായത് നാളെ. ബ്ലാക്ക് സോഡ, കറുത്ത വാള്. അടുത്തത് ദേവര സിനിമയുടെ ഫിയർ സോങ് ഇന്ന് 7/2 കേട്ടോ. ഓക്കെ, അനിരുദ്ധ് തകർക്കോ എന്നുള്ളത് കണ്ടറിയാം. നാളെ ചെറുക്കൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഇന്ന് തന്നെ തകർക്കോ നോക്കാം. അതെ, അതായത് ആരുടെ? NTRന്റെ. ഓക്കെ, അടുത്തത് സിദ്ധാർത്ഥിൻ്റെ 40ാമത്തെ ചിത്രത്തിൻ്റെ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. സിനിമ സംവിധാനം ചെയ്യുന്നത് ശ്രീ ഗണേഷ്. ഓക്കെ, അടുത്തത് പുഷ്പ 2. എല്ലാം ഉണ്ട് പുഷ്പക്ക്, എന്നാ ചിലതോ ഇല്ലാന്ന് പറയാൻ വേണ്ടി ഞാനും വന്നത്. എഡിറ്റർ ഇല്ല, ആന്റണി റൂബൻ. ആള് സിനിമയുടെ എഡിറ്റർ എന്ന പദവിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. നവീൻ നൂലിയാണ് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിനിമ ഓഗസ്റ്റ് 15-നാണ് റിലീസ്. അതിനുള്ളിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെട്ടി പുറത്തിറക്കണേ, ഒപ്പിക്കുന്നു അല്ലേ? ഓക്കെ, സംഭവേ പലതും മിസ്സിങ് ആയിരിക്കും. രസമായിട്ട് പറയാം കേട്ടോ അതൊക്കെ. അപ്പോൾ പാട്ട് കേട്ടരും എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, എന്നാ ചിലത് ഇല്ല. ഓക്കെ, അടുത്ത കിഴി L2E. ഇതാണ് എംപുരാൻ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയദർശിനി രാംദാസ്, പിന്നെ നമ്മുടെ പീതാംബരൻ, പിന്നെ നമ്മുടെ വർമ്മ സാർ. അപ്പം നമുക്ക് വീണ്ടും ഇവരെയൊക്കെ ഒന്നും കൂടി കാണേണ്ടി വരും അല്ലേ? അതെ, എനിക്കിതിൻ്റെ ഈ രാഷ്ട്രീയ സൈഡ് ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചത്. ആ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ. അതായത് എംപുരാൻ വരുമ്പോഴേ ആരും ഇത് കുറച്ചിട്ട് ഫുള്ള് അധോലോകമായിരിക്കും എന്നുള്ളൊരു. പൃഥ്വിരാജും മുരളി ഗോപി. അതെ, അടുത്തത് കൽക്കി സിനിമയുടെ ഒരു വലിയ അപ്ഡേഷൻ തന്നെയാണ്.
എന്നാലും ഒഫീഷ്യലായിട്ട് വരാത്തത് കൊണ്ടൊരു സംശയം. നയൻതാര സിനിമയിൽ ഒരു പ്രധാന കാമിയോ റോളിൽ എത്തും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? ചാൻസ് ഉണ്ട്, കാരണം ഒരുപാട് കാമ്യം ഉണ്ട് അതിൽ. ഒരുപാട് അത് ഒരുപാട് ഉള്ള സിനിമ തന്നെയാണ്. എല്ലാവരും റെഡിയാണ്, കാരണം അമ്മാതിരി വലിയൊരു സിനിമയാണ് വരാൻ പോകുന്നത്. ഇങ്ങനത്തെ സിനിമയിലേക്ക് കാമ്യം വേണം. 2 മിനിറ്റിന്റെ ഒരു സീൻ കിട്ടിയാൽ മതി, പോകും. യെസ്, അടുത്ത കിഴി കലിക്ക് കൊണ്ടുവന്ന തന്നെ പുഷ്പി ഉണ്ടല്ലേ. ഓക്കെ, അടുത്ത കിഴി കങ്കുവ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അതായത് ചിത്രത്തിൽ വലിയ യുദ്ധരംഗങ്ങളുണ്ട്. അതിൽ ഈ സാധാരണ യുദ്ധരംഗങ്ങളിൽ ഒരുപാട് ആൾക്കാർ അണിനിരത്തുമ്പോൾ അത് VFXൽ മൾട്ടിപ്ലൈ ചെയ്യാറ്. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. അതായത് 10,000-ലേറെ ആൾക്കാരെ ഒറിജിനലായിട്ട് അണിനിരത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്തതാണെന്നാണ്, VFX ഒന്നും അല്ല എന്നുള്ളത്. അല്ലാന്നാണ് കേൾക്കുന്നത്. ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെയാണ് കേൾക്കുന്നത്. ശരിക്കും അതിനേക്കാളും എന്താ അതുകൊണ്ട് ഗുണം? അതുകൊണ്ട് ഗുണം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. മറ്റത് പിന്നെ തീർച്ചയായിട്ടും അത് കുറേ ദൂരമുള്ളതൊക്കെ അതിൻ്റെ പാറി നടക്കൂലേ ക്യാമറ. എന്താ കരുതി അയല ഇതിലൊക്കെ പാറൂലേ? കണ്ടിട്ടില്ലേ ബാഹുബലിയിലൊക്കെ പോക്കാട് പോണത്. പിന്നെ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ ധനഞ്ജയൻ പറഞ്ഞതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ. അതായത് സിനിമ 10 ലാംഗ്വേജിൽ തന്നെയാണ് ഡബ് ചെയ്ത് പുറത്ത് വരുന്നത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ലാംഗ്വേജിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് OTT-ലായിരിക്കും. ഡബ്ബഡ് വേർഷൻ OTT-ലെ റിലീസ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള വേർഷൻസ്. ഓക്കെ, അടുത്തത് ടർബോ സിനിമയിലെ ശബരീഷിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ജെറി വന്നിട്ടുണ്ട്, കാണാം. ഇത് ഒരിക്കലും ഇങ്ങനെ പുറത്തു വിടരുത് എന്നുള്ളതായിരുന്നു നമ്മുടെ അഭിപ്രായം. ഇത് കണ്ടാൽ തന്നെ അറിയാം. അതായത് ഇൻ്റർവ്യൂവിൽ നമ്മുടെ നായിക ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളൊരു ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥയാണെന്ന്. ഇതിപ്പോൾ ആള് ആ ഒരു ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനെ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? പിന്നെ നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ട്. അതോ അല്ലെങ്കിൽ വലിയൊരു കള്ളം കണ്ടിട്ട് ഒളിഞ്ഞു നോക്കുന്നത്. അതായത് എന്തോ ഒരു വലിയ സത്യം ആള് തിരിച്ചറിയുന്നതായിട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇനി നമ്മളൊന്നും പറയുന്നില്ല, ഏതാണ്ടൊക്കെ മനസ്സിലാക്കാം. സ്വാഭാവികം, അതൊക്കെ മനസ്സിലാക്കാം. എന്താണെങ്കിലും 70+ രാജ്യങ്ങളിലാണ് സിനിമ റിലീസിന് എത്തുന്നത് കേട്ടോ. ട്രോളൊക്കെ വന്നിട്ടുണ്ട്. വേറെ ലെവലാണ്. ഏതോ ഒരു രാജ്യം അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന്, എന്നാ അവിടെ നമുക്ക് ടർബോ റിലീസിന് എത്തിക്കാന്ന്. ട്രൂത്തിന്റെ മുതലാളിയാണല്ലോ, മലയാളി സമതുക്കാനോട് എന്ന് പറഞ്ഞു, സമതുക്ക ഒരു പുതിയ രാജ്യം കണ്ടെത്തിയിട്ടുണ്ട്, എന്നാ അവിടെ ടർബോ റിലീസിന് എത്തിക്കുന്നു. പക്ഷേ ഇത്രയും ഗംഭീരമായിട്ട് തിയേറ്റർ ചാർട്ട് ചെയ്യുന്ന ഒരു ടീം ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതായത് സാധാരണ ഇത്രയും രാജ്യങ്ങളൊന്നും വരാറില്ല, ആദ്യമായിട്ടാണ്. അതായത് റെക്കോർഡാണ് മലയാളത്തിലെ ഒരു സിനിമക്ക് ഇത്രയും വലിയ റിലീസ്. അതായത് 70 രാജ്യങ്ങളിലേറെ റിലീസിന് എത്തുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഇപ്പം മലയക്കോട്ട വാലിബനൊക്കെ 49 രാജ്യങ്ങളിലായിരുന്നു തോന്നുന്നു അവർ ലിസ്റ്റ് ഇട്ടത്. അത് അത്ര നടക്കാറില്ല. ലാസ്റ്റ് സമയങ്ങളിൽ ക്യാൻസൽ ആവാറുണ്ട് ചില ഷോസൊക്കെ. അത് അവസാനം റിലീസിന് തൊട്ട് മുന്നെയാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാറുള്ളത്. ഇതെന്തായാലും ഇവർ കൊടുക്കുന്നത് ഏത് ദിവസം ഏത് രാജ്യത്ത് ഏത് തിയേറ്ററിൽ ടൈം എപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അത് ഭയങ്കര സംഭവമാണ് എന്തായാലും. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു 15 കോടിക്ക് മുകളിൽ പോകും തോന്നുന്നു. ഇത്രയും റിലീസ് ഉള്ള സ്ഥിതിക്ക് എന്താണെങ്കിലും അതിന്റെ മുകളിൽ തന്നെ വരും. പോസിറ്റീവ് ആണെങ്കിൽ കേറി അടിക്കും. പ്രീ സെയിൽ തന്നെ ഏകദേശം നന്നായിട്ട് കയറി വരുന്നുണ്ട്. ബുക്കിംഗ് ആകുന്നേ ഉള്ളൂ, ബുക്കിംഗ് അങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ ഇന്നലെ. ഫാസ്റ്റ് ആയിട്ട് തന്നെ ബുക്കോളൂ. ഓക്കെ, അടുത്തത് രാമായണ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. അതായത് സിനിമയുടെ ഷൂട്ട് 2024 ഷൂട്ട് കംപ്ലീറ്റ് ചെയ്താലും ഈ സിനിമ 600 ദിവസത്തിലേറെ ഇതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഉണ്ടാവും. എന്നിട്ട് 2027 റിലീസിനെത്തുള്ളൂ. പിന്നെ രാമായണ എന്ന ടൈറ്റിൽ ഉണ്ടല്ലോ, അതിന് പകരം ഗോഡ് പവർ എന്നുള്ള രീതിയിൽ ഒരു ടൈറ്റിൽ പ്ലാൻ ചെയ്യുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ജീവനുണ്ടെങ്കിൽ കാണാം തിയേറ്ററിൽ. എന്ത് വരും എങ്ങനെ പോകുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഉണ്ടെങ്കിൽ കാണാം. അടുത്തത് ഇന്ത്യൻ 2, ഇന്ത്യൻ 3. ഇന്ത്യൻ 2-ന് ജൂലൈ സിനിമ റിലീസിന് എത്തുകയാണ്. സിനിമയുടെ ഓഡിയോ ലോഞ്ച് ജൂൺ 1st വീക്കിൽ നടക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ 3 സിനിമേൻ്റെ റിലീസ് ഒരു 6 മാസം, അതായത്
ഇന്ത്യൻ 2 വന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് ജനുവരി 2025 സിനിമ റിലീസിനെത്തും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ ഓക്കെടാ. അപ്പോൾ സംഭവം ബഹുലം തന്നെ ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത കിഴി ബോബ്. കന്നഡ മൂവിയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ ബാങ്ക് ഓഫ് ഭാഗ്യലക്ഷ്മി, യെസ്, അതാണ് ബോബ്. ഓക്കെ, സിനിമയുടെ ടൈറ്റിൽ ടീസർ 25-ാം തീയതി വരും. ഓക്കെ. എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് അഭിഷേകാണ്. സിനിമയിലെ നായകൻ ദീക്ഷിത് ഷെട്ടി. അപ്പോൾ എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ എത്താം. ബൈ. ബൈ.